എല്ലാ കൂട്ടുകാർക്കും സയൻസ് മാജിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ അവസാന അധ്യായമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ്. ഇതിന്റെ തൊട്ടു മുന്നേയുള്ള പാഠത്തിൽ, അതായത് 6ാമത്തെ ചാപ്റ്ററിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും അതുപോലെ തന്നെ ഐസോമറുകളെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടാകുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഏതൊക്കെ തരത്തിലുള്ള രാസപ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ അവസാനത്തെ അധ്യായം എന്ന് പറയുന്നത്. സോ ഇവിടെ 5 ടൈപ്പ് രാസപ്രവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രധാനമായിട്ടും ഈ 5 തരത്തിലുള്ള രാസപ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ ഒരു തന്മാത്രയിലെ ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, വൺ ആറ്റം ഇൻ എ മോളിക്യൂൾ ആർ റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ആറ്റം ഗ്രൂപ്സ്. അത്തരത്തിലുള്ള റിയാക്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിയാക്ഷനാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് മറ്റ് തന്മാത്രകളുമായി പ്രവർത്തിച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളായി മാറുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെയാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അഡീഷൻ റിയാക്ഷൻസ്, unsaturated organic compounds combine with another molecule to form a saturated organic compounds. അത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ്. നമുക്കറിയാം, ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളെല്ലാം അപൂരിത ഹൈഡ്രോ കാർബണുകളാണ് അല്ലെങ്കിൽ അപൂരിതമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത്തരത്തിലുള്ള അപൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് തന്മാത്രകളുമായി പ്രവർത്തിച്ചിട്ട് പൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ റിയാക്ഷൻ പോളിമറൈസേഷൻ ആണ്. എന്താണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്? ലഘു തന്മാത്രകൾ അനുകൂല സാഹചര്യത്തിൽ കൂടിച്ചേർന്ന് സങ്കീർണ ഘടനയുള്ള വലിയ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ലഘു തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് മോണോമറുകൾ എന്ന് പറയുന്നത്. ഒരു മുത്തുമാല നിങ്ങളെ സങ്കല്പിക്കുക, അതിലെ ഓരോ മുത്തുകളും ഒരു മോണോമർ ആണ് എന്ന് വിചാരിക്കുക. സോ ആ മുത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ മാല പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നു. സോ ആ വലിയ മാല എന്തായിരിക്കും? ഒരു പോളിമർ ആയിരിക്കും. അത്തരത്തില് മോണോമേഴ്സ് ആർ അസോസിയേറ്റഡ് ടുഗെദർ in optimum condition to form a large complex molecules. Such process are called polymerization, and the compound formed are called polymer, and the simple units are called monomerകൾ. Then നാലാമത്തെ റിയാക്ഷൻ ആണ് ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തന്മാത്ര ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നതിനെയാണ് ജ്വലനം എന്ന് പറയാ. അപ്പോൾ ഹൈഡ്രോ കാർബണുകളുടെ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ ജ്വലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങൾ ജ്വലിക്കുന്ന സമയത്ത് അവർ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും താപവും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ പ്രകാശത്തെയും പുറത്തേക്ക് റിലീസ് ചെയ്യും. അത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈഡ്രോ കാർബൺസ് കമ്പസ്റ്റന് വിധേയമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ കത്തുന്ന സമയത്ത് ആ ഹൈഡ്രോ കാർബണുകൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും പ്രകാശവും ഉണ്ടാവും. ഒന്നുകിൽ താപമായിരിക്കും അല്ലെങ്കിൽ പ്രകാശമായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്തായാലും ഉണ്ടാകും. അത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്നത്. ദെൻ അവസാന റിയാക്ഷൻ ആണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് താപീയ വിഘടനം എന്ന് പറയുന്നത്? മോളിക്യുലാർ വെയിറ്റ് കൂടുതലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്ന സമയത്ത് അത് വിഘടിച്ച് മോളിക്യുലാർ വെയിറ്റ് കുറവുള്ള ഓർഗാനിക് സംയുക്തങ്ങളായി മാറും. അത്തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ തെർമൽ ക്രാക്കിംഗ് ഈസ് ദ പ്രോസസ് വേർ ലാർജ് മോളിക്യുലാർ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ കൺവേർട്ടഡ് ഇൻടു സ്മോൾ മോളിക്യുലാർ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബൈ ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. സോ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ തന്മാത്രാഭാരം കൂടുതലുള്ള ഓർഗാനിക് സംയുക്തങ്ങളെ ചൂടാക്കിയാൽ അത് തന്മാത്രാഭാരം കുറവുള്ള ഓർഗാനിക് സംയുക്തങ്ങളായിട്ട് മാറുന്നു. അത്തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള 5 രാസപ്രവർത്തനത്തിലാണ്
ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ റിയാക്ഷനും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കി, ഒന്നാമത്തെ റിയാക്ഷൻ ഇത് മീഥൈൻ ആണ്, CH4 ആണ്. മീഥൈന് ക്ലോറിൻ Cl2 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ എന്താണ് സംഭവിക്കുക? ഈ മീഥൈനിലെ ഒരു ഹൈഡ്രജനെ മാറ്റി അവരെ ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. ബാക്കി എന്തുണ്ടാവും? ആ മാറിയ ഹൈഡ്രജനും രണ്ടാമത്തെ ക്ലോറിനും ചേർന്ന് എന്ത് ഫോം ചെയ്യും? HCl ഫോം ചെയ്യും. ഓക്കെ അല്ലേ? സോ മീഥൈൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മീഥൈനിലുള്ള ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. അത്തരത്തിലുള്ള രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു മൂലകത്തിലെ ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പുകളോ വന്നു ചേരുന്ന പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം, അല്ലെ? സോ ഇവിടെ എന്താ സംഭവിച്ചത്? ഹൈഡ്രജനെ മാറ്റി ആര് വന്നു? ക്ലോറിൻ വന്നു. അതുകൊണ്ട് ഇതൊരു ആദേശ രാസപ്രവർത്തനമാണ്. സോ ഉണ്ടായ ഉൽപ്പന്നം ഏതാണ്? ക്ലോറോ മീഥൈൻ ആണ്. കൂടെ എന്തുകൂടി ഉണ്ടായിട്ടുണ്ട്? HCl കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ക്ലോറോ മീഥൈന്റെ കൂടെ നമ്മൾ വീണ്ടും ക്ലോറിനെ രാസപ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ടായിട്ടുള്ള ക്ലോറോ മീഥൈൻ വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക? രണ്ടാമത് ഒരു ഹൈഡ്രജനെ കൂടി മാറി ആര് വരുന്നു? ക്ലോറിൻ വരും. അതായത് ഒരു ഹൈഡ്രജനെ കൂടി മാറ്റി ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. സോ അവിടെ ഉണ്ടായ ഉൽപ്പന്നം എന്താണ്? ഡൈക്ലോറോ മീഥൈൻ ആണ്. ഇനി ഈ ഡൈക്ലോറോ മീഥൈനെ നമ്മൾ വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ ഹൈഡ്രജൻ കൂടി മാറി ആര് വരുന്നുണ്ട്? ക്ലോറിൻ വരുന്നുണ്ട്. അപ്പൊ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ട്രൈക്ലോറോ മീഥൈൻ ആണ്. ഇനി വീണ്ടും നമ്മൾ ഈ ട്രൈക്ലോറോ മീഥൈന്റെ കൂടെ വീണ്ടും നമ്മൾ ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കണം. അപ്പൊ നാലാമത്തെ ഹൈഡ്രജനും കൂടി മാറി ആര് വരും? ക്ലോറിൻ വരും. അതായത് കാർബൺ പൂർണ്ണമായിട്ടും ക്ലോറിനായിട്ട് ചേരും. അവിടെ ഉണ്ടായ ഉൽപ്പന്നം എന്താണ്? ടെട്രാക്ലോറോ മീഥൈൻ ആണ്. സോ ഈ എല്ലാ രാസപ്രവർത്തനങ്ങളിലും ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി റീപ്ലേസ് ചെയ്ത് ആര് വരികയാണ്? ക്ലോറിൻ വരികയാണ്. സോ ഇത്തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിന് 5 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 കുട്ടികളും ഓരോ ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ആ 5 കുട്ടികൾ ചേർന്നിട്ട് ഒരു സംയുക്തം ഉണ്ടായിട്ടുണ്ട്. ഇവർ നല്ല തിക്ക് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു കുട്ടി അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് പോയിട്ട് അതിന് പകരം മറ്റൊരു കുട്ടി വന്നിരിക്കുകയാണെങ്കിൽ ആ മറ്റൊരു കുട്ടിയെ നമുക്ക് മറ്റൊരു ആറ്റമായിട്ട് പരിഗണിച്ചാൽ ഈ സംയുക്തത്തിന് എന്ത് പറ്റി? പുതിയൊരു ആറ്റം വന്നു ചേർന്നു. ഇത്തരത്തിൽ ഒരു ആറ്റത്തെ മാറ്റി പുതിയൊരാറ്റം ഒരു സംയുക്തത്തിൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രാസപ്രവർത്തനമായിരുന്നു അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷൻ. സോ എന്താണ് അഡീഷൻ റിയാക്ഷൻ നോക്കാം. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് ഈഥൈൻ ആണ്, രണ്ടാമത്തത് പ്രൊപ്പീൻ ആണ്, അല്ലെ? രണ്ടും ആൽക്കീൻ ആണ്. നമുക്കറിയാം ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് രണ്ടും എന്താണ്? ആൽക്കീൻ ആണ്. സോ ഈ ഈഥൈനും പ്രൊപ്പീനും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, അപൂരിതമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത്തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് മറ്റ് തന്മാത്രയുമായി പ്രവർത്തിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ അത് ഹൈഡ്രജൻ ആണ്, രണ്ടാമത്തെ കേസിൽ അത് ക്ലോറിൻ ആണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടായത് നോക്കിയേ. ഈഥൈൻ എന്ന് പറയുന്ന ആൽക്കീൻ എന്തായിട്ട് മാറി? ഈഥൈൻ എന്ന് പറയുന്ന ആൽക്കെയിൻ ആയിട്ട് മാറി. അല്ലെങ്കിൽ അപൂരിതമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തായിട്ട് മാറി? പൂരിതമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയി മാറി. അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ് ആയി മാറി. രണ്ടാമത്തെ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്ലോറിനുമായി പ്രവർത്തിക്കുന്ന സമയത്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയി മാറി. സോ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് അപൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് തന്മാത്രകളുമായി ചേർന്ന് പൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളായി മാറുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് അഡീഷൻ റിയാക്ഷൻ. സാധാരണ ഓർഗാനിക് സംയുക്തങ്ങൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ കാണിക്കാറുണ്ട്. ഓർഗാനിക് സംയുക്തങ്ങളുടെ മൂന്നാമത്തെ റിയാക്ഷനാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ എന്ന് നമുക്കറിയാം. മോണോമറുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. ഇത്തരത്തിൽ പോളിമറുകൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. സോ ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ. PVC പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC ഒരു പോളിമർ ആണ്. ഈ PVC ഉണ്ടാകുന്നത് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം കൊണ്ടാണ്. സോ PVC ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ PVC എന്ന പോളിമർ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ചെറിയ തന്മാത്രകൾ ആവശ്യമാണ്. അതിനെയാണ് മോണോമർ എന്ന് വിളിക്കുക. അത്തരം മോണോമറുകളാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോ ആ വിനൈൽ ക്ലോറൈഡിന്റെ ഘടനയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇത്തരത്തിൽ ഒരുപാട് വിനൈൽ ക്ലോറൈഡുകൾ, ഇത് ഒരു വിനൈൽ ക്ലോറൈഡ് ആണ്. ഇതിന്റെ അടുത്തായിട്ട് അടുത്ത വിനൈൽ ക്ലോറൈഡ് ഉണ്ടാവും. ഇതിന്റെ അടുത്ത വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇതിന്റെ അടുത്ത വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു.
ഇത്തരത്തിൽ ഒരുപാട് നമ്പർ വിനൈൽ ക്ലോറൈഡുകൾ ഇങ്ങനെ ചേർന്ന് ഉണ്ടാകുന്ന ഒരു പോളിമറാണ് PVC എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബറിന്റെ മോണോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അതിനർത്ഥം ഒരുപാട് ഐസോപ്രീൻ തന്മാത്രകൾ കൂടി ചേർന്ന് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെയാണ് റബ്ബർ എന്ന പോളിമർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ടെഫ്ലോണിന്റെ മോണോമറാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ടെട്രാഫ്ലൂറോ ഈഥീനുകൾ ചേർന്ന് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെയാണ് ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത്. സോ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മറ്റൊരു തരത്തിലുള്ള റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് അനുകൂല കണ്ടീഷനിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അതായത് ഈ മോണോമറുകൾ കൂടി ചേരണമെങ്കിൽ അനുകൂല കണ്ടീഷൻ വേണം. അത് ചിലപ്പോൾ താപനിലയാവാം, അല്ലെങ്കിൽ പ്രഷർ ആവാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ അത് ഓരോ പോളിമറിന്റെയും സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അങ്ങനെയാണ് ഈ മോണോമറുകൾ കൂടി ചേർന്ന് സങ്കീർണ ഘടനയുള്ള പോളിമറുകൾ രൂപപ്പെടുന്നത്. മറ്റൊരു റിയാക്ഷൻ ആണ് ജ്വലനം അഥവാ കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോ കാർബണുകൾ കത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും ഉണ്ടാകുന്നു. ചില രാസപ്രവർത്തനത്തിൽ പ്രകാശവും ഉണ്ടാകും. ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ജ്വലനം അഥവാ കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ജ്വലനത്തിന് ഒരു എക്സാമ്പിൾ നോക്കി. മീഥെയിൻ ഓക്സിജനിൽ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്വലിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവുമാണ് ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ ജ്വലനം നടക്കുമ്പോൾ താപം പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് LPG എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയിലുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. ഈ ബ്യൂട്ടൈൻ ഓക്സിജനിൽ കത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ആ റിയാക്ഷൻ ആണിത്. 8 കാർബൺ ഡൈ ഓക്സൈഡും 10 മോളിക്യൂൾ ജലവും പ്ലസ് ഹീറ്റും ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ താപം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ നടത്തുന്നത് കൊണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ഇന്ധനമായിട്ട് അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത രാസപ്രവർത്തനമാണ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയുന്നത്. അതായത് തന്മാത്രാഭാരം കൂടുതലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്ന സമയത്ത് തന്മാത്രാഭാരം കുറവുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളായി മാറും. അത്തരം രാസപ്രവർത്തനങ്ങളാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിജന്റെ അഭാവത്തിൽ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള ഓർഗാനിക് കോമ്പൗണ്ടായി മാറും. അതിനൊരു എക്സാമ്പിൾ നോക്കി, പ്രൊപ്പെയിൻ ആണിത്. പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. സോ അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ് ഓക്സിജന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? ഈഥീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും മീഥൈൻ എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ ഈഥീന്റെയും മീഥൈന്റെയും തന്മാത്രാഭാരം എന്താണ്? കുറവാണ്. സോ ഇവിടെ തന്മാത്രാഭാരം കൂടുതലുള്ള പ്രൊപ്പെയിൻ എന്തായിട്ട് മാറി? ചൂടാക്കുന്ന സമയത്ത് ഓക്സിജന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ അത് തന്മാത്രാഭാരം കുറവുള്ള ഈഥീനും മീഥൈനുമായി മാറി. മറ്റൊരു എക്സാമ്പിൾ ആണ് ഹെപ്റ്റൈൻ. C7H6 ഹെപ്റ്റൈൻ ആണ്. ഹെപ്റ്റൈനെ ഇതുപോലെ ചൂടാക്കുന്ന സമയത്ത് അത് ബ്യൂട്ടൈനും പ്രൊപ്പീനുമായിട്ടാണ് മാറുന്നത്. സോ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനവും ഓർഗാനിക് കോമ്പൗണ്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന കോൺസെപ്റ്റ് ആണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജന് പകരം OH എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇവിടെ 2 ആൽക്കഹോളിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് മെത്തനോൾ ആണ്, രണ്ടാമത്തത് എത്തനോൾ ആണ്. ഇതിനെല്ലാം മോളിക്കുലാർ ഫോർമുല എഴുതാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ മെത്തനോളിനെയാണ് നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ എത്തനോളിനെയാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി എന്തിനൊക്കെയാണ് മെത്തനോൾ യൂസ് ചെയ്യാറ്? മെത്തനോൾ സാധാരണ യൂസ് ചെയ്യാറ് പെയിന്റ് പ്രിപ്പറേഷന്റെ സമയത്ത് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പെയിന്റ് നിർമ്മാണത്തിൽ ലായകമായിട്ട് ഉപയോഗിക്കുന്നത് മെത്തനോൾ ആണ്. അതുപോലെ തന്നെ വാർണിഷ്, ഫോർമാലിൻ തുടങ്ങിയ പദാർത്ഥങ്ങളുടെ നിർമ്മാണത്തിൽ റിയാക്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ അഭികാരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നതും മെത്തനോളിനെയാണ്. സോ മെത്തനോളിന്റെ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണ്? കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്. സോ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും ഹയർ ആയിരിക്കണം ആൻഡ് കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യം വേണം. സോ ഈ എല്ലാ കണ്ടീഷനും കൊടുത്തതിന് ശേഷം കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് മെത്തനോൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് എത്തനോൾ എന്ന് പറയുന്നത്. മെത്തനോളിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിന്റെ യൂസസ് എന്തൊക്കെയാണ്? എത്തനോളിനെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് പ്രിപ്പറേഷൻ, മരുന്ന് നിർമ്മാണത്തിൽ എത്തനോളിനെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്.
ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് എത്തനോളിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ധനം ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്, ബിവറേജസിൽ ഉപയോഗിക്കാറുണ്ട്, സൊല്യൂഷൻ ആയിട്ട് രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ എത്തനോളിനുണ്ട്. ഈ എത്തനോളിനെ നമ്മൾ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്, അല്ലെങ്കിൽ ടോപ്പിക്കാണ് എത്തനോളിന്റെ വ്യാവസായിക നിർമ്മാണം. സോ ഇവിടെ ശ്രദ്ധിക്കുക, എത്തനോളിനെ നിർമ്മിക്കുന്നത് മൊളാസസിൽ നിന്നാണ്. അപ്പൊ എന്താണ് മൊളാസസ് എന്ന് പറയുന്നത്? പഞ്ചസാര നിർമ്മിക്കുന്ന സമയത്ത്, ഷുഗർ നിർമ്മിക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ ക്രിസ്റ്റലുകൾ മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന ആ ഒരു മദർ സോൾവെന്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചസാര നിർമ്മിക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ തരികൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ആ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതാണ് മദർ സോൾവെന്റ് എന്ന് പറയുന്നത്. ആ മദർ സോൾവെന്റ് അല്ലെങ്കിൽ ആ മദർ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഈ മൊളാസസിൽ ഈസ്റ്റിനെ ആഡ് ചെയ്യും. ഈസ്റ്റ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഈ മൊളാസസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ ആണ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ ഫെർമെന്റേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. സോ മൊളാസസ് ഈസ്റ്റുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഫെർമെന്റേഷൻ നടക്കുകയും ആ ഫെർമെന്റേഷന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? എത്തനോൾ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. സോ എത്തനോളിനെ നിർമ്മിക്കുന്നത് മൊളാസസിൽ നിന്നാണ്. പഞ്ചസാര നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മദർ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊളാസസ് എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റലുകൾ മാറ്റിയ ശേഷമുള്ള ആ സൊല്യൂഷനാണ് മൊളാസസ്. അതിലേക്ക് ഈസ്റ്റിനെ ആഡ് ചെയ്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈസ്റ്റില് 2 എൻസൈമുകളാണുള്ളത്. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു രാസാഗ്നി അല്ലെങ്കിൽ ഒരു എൻസൈം ഉണ്ട്. സൈമേസ് എന്ന് പറയുന്ന മറ്റൊരു രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഉണ്ട്. സോ ആദ്യം സംഭവിക്കുന്നത് സൂക്രോസ്, അതാണ് പഞ്ചസാര എന്ന് പറയുന്നത്. C12H22O11 എന്ന് പറയുന്നത് പഞ്ചസാരയാണ് അല്ലെങ്കിൽ സൂക്രോസ് ആണ്. ഈ സൂക്രോസിനെ നമ്മൾ ജലവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈസ്റ്റിനെ ആഡ് ചെയ്യാണ്. ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഈസ്റ്റിൽ 2 എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്താണ് ചെയ്യുക? ഇൻവെർട്ടേസ് എന്ത് ചെയ്യുന്നു? പഞ്ചസാര അല്ലെങ്കിൽ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് വിഘടിപ്പിക്കുകയാണ് ചെയ്യുക. ഇവിടെ സൂക്രോസ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. എന്നാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സോ ഇവിടെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു? മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള 2 കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ സൂക്രോസ് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേസ് എൻസൈം. ഇനി മറ്റൊരു എൻസൈം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എൻസൈമിന്റെ പേരാണ് സൈമേസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ രാസാഗ്നിയാണ് സൈമേസ്. ഈ സൈമേസ് എന്താ ചെയ്യുക? ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ സൈമേസ് എന്താണ് ചെയ്യുക? ഇവിടെ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? എത്തനോൾ ആക്കി മാറ്റുന്നു. ആ പ്രവർത്തനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെർമെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഫെർമെന്റേഷൻ നടത്തുന്നത് ഈസ്റ്റ് എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. അതിലുള്ള ഇൻവെർട്ടേസും സൈമേസും എന്ന് പറയുന്ന എൻസൈമുകളാണ് ഈ രാസപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് നിർമ്മിക്കുന്നത്? എത്തനോൾ നിർമ്മിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എത്തനോളിന്റെ അളവ് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെ എത്തനോളാണ് ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു റിയാക്ഷൻ, അതായത് ഫെർമെന്റേഷൻ ആണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 8 മുതൽ 10% വരെയുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് വാഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന 8 മുതൽ 10% വരെയുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് വാഷ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വാഷിനെ അംശിക സേചനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 95.6 സ്പിരിറ്റ് കിട്ടും. ആ സ്പിരിറ്റിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് കിട്ടുന്നത് വാഷാണ്. ആ വാഷിനെ നമ്മൾ അംശിക സേചനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്തനോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് 95.6% എത്തനോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? വാഷിൽ നിന്നാണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സേചനം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റു കോൺസെപ്റ്റ് ആണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്? വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന എത്തനോള് ഒരുപാട് ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാറുണ്ട്. സോ ഇത്തരത്തില് എത്തനോളിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ മദ്യപാനത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക.
അങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഈ എത്തനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കും. അങ്ങനെ വിഷപദാർത്ഥം ചേർത്ത എത്തനോളിനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, വിഷപദാർത്ഥം ചേർത്തിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ചേർത്തിട്ടുള്ള എത്തനോളാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ആണ് ഏത്? മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീനേച്ചേർഡ് സ്പിരിറ്റിന് ഒരു എക്സാമ്പിൾ ആണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ എന്താണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാല്? എത്തനോളിന്റെ കൂടെ മെത്തനോൾ ചേർത്ത് കഴിഞ്ഞാൽ അത്തരം സ്പിരിറ്റിനെ വിളിക്കുന്ന പേരാണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് വിഷപദാർത്ഥം അടങ്ങിയ എത്തനോൾ ആണ്. അതിനൊരു ഉദാഹരണമാണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ്. ഈ മീഥൈലേറ്റഡ് സ്പിരിറ്റിലുള്ള വിഷപദാർത്ഥം എന്ന് പറയുന്നത് മെത്തനോൾ ആണ്. മറ്റൊരു കോൺസെപ്റ്റ് ആണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ യൂസ് ചെയ്യുക അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് 99% ശുദ്ധമായിട്ടുള്ള എത്തനോൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ പെട്രോൾ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ പെട്രോൾ ചേർത്താൽ പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ പവർ ആൽക്കഹോൾ ആണ് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറ്. സോ ഇത്രയും കാര്യങ്ങളാണ് ആൽക്കഹോളിന്റെ സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ ആൽക്കഹോളിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മെത്തനോൾ എന്ന് പറയുന്ന സിമ്പിൾ ആൽക്കഹോൾ. അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽക്കഹോളാണ് എത്തനോൾ. എത്തനോളിന്റെ യൂസസ് ആണ് ഇതെല്ലാം. എത്തനോളിന്റെ വ്യാവസായിക നിർമ്മാണം എന്ന് പറയുന്നത് മൊളാസസിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. അവിടെ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഈസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുക. അപ്പോഴാണ് എത്തനോൾ ഉണ്ടാവുക. അതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റിലെ 2 എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസും സൈമേസും. ആദ്യം എന്താ ചെയ്യുക? ഇൻവെർട്ടേസ് പഞ്ചസാര സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഈ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസിനെ സൈമേസ് എന്താക്കി മാറ്റും? എത്തനോൾ ആക്കി മാറ്റും. ഇങ്ങനെ എത്തനോൾ കിട്ടിക്കഴിഞ്ഞാൽ എത്തനോളിന്റെ അളവ് എന്ന് പറയുന്നത് 8 മുതൽ 10% അതിനെ വാഷ് എന്ന് വിളിക്കും. വാഷിന് ആംശിക സേചനം നടത്തിയാൽ 95.6% എത്തനോൾ കിട്ടും. അതിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം. റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ എത്തനോളിൽ വിഷപദാർത്ഥം ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ, മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എത്തനോളിൽ മെത്തനോൾ ചേർത്ത് കഴിഞ്ഞാലാണ് അതിനെന്ത് വിളിക്കുക? മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുക. 99% പ്യൂർ ആയിട്ടുള്ള എത്തനോൾ ആണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ പെട്രോൾ ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. സോ ഇത്രയുമാണ് ആൽക്കഹോളിന്റെ സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്? ഹൈഡ്രോ കാർബണുകളിൽ ഹൈഡ്രജന് പകരം കാർബോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ അത്തരം കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ കാർബണുകളിൽ കാർബണിന് പകരം COOH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. COOH ഉള്ളത് കൊണ്ട് ഇതൊരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. ഇതിനെ നമ്മൾ വിളിക്കുക എന്താണ്? മെത്തനോയിക് ആസിഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ ഈ കാർബണെ കൂടി നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? മെയിൻ ചെയിൻ ആയിട്ട് പരിഗണിക്കും. സോ മെത്തനോയിക് ആസിഡിന്റെ ഫോർമുലയാണ് ഇത്. മെത്തനോയിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്, COH ഉണ്ട്. ഇതിന് നമ്മൾ വിളിക്കുക എത്തനോയിക് ആസിഡ് ആണ്. 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ഇതാണ്. സോ എത്തനോയിക് ആസിഡ് ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. 5 മുതൽ 8% വരെ എത്തനോയിക് ആസിഡിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് വിളിക്കുന്നത്. സൊർക്ക എന്നൊക്കെ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ വിളിക്കുന്ന വിനാഗിരിയിൽ 5 മുതൽ 8% അസറ്റിക് ആസിഡ് ആണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാർബോക്സിലിക് ആസിഡ് ആണ് പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തില് COOH ഗ്രൂപ്പ് വരുന്ന ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതില് ഈ അസിഡിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എത്തനോയിക് ആസിഡിന്റെ നിർമ്മാണമാണ് ഈ താഴെ എഴുതിയിട്ടുള്ളത്. എത്തനോയിക് ആസിഡിനെ എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് എന്ത് നിർമ്മിക്കുന്നത്? എത്തനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. എത്തനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഓക്കെ അല്ലേ? സോ എത്തനോയിക് ആസിഡിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? എത്തനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. സോ CH3OH പ്ലസ് കാർബൺ മോണോക്സൈഡ് എന്താ കിട്ടുക? CH3COOH. അതാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ എത്തനോയിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? റയോൺ പ്രിപ്പറേഷൻ, റയോണുകളുടെ നിർമ്മാണത്തിൽ എത്തനോയിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബർ, സിൽക്ക് തുടങ്ങിയ വ്യവസായത്തിൽ, റബ്ബറിന്റെയും സിൽക്കിന്റെയും വ്യവസായത്തിൽ ഈ എത്തനോയിക് ആസിഡിനെ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 5 മുതൽ 8% എത്തനോയിക് ആസിഡിനെയാണ് വിനാഗിരി അല്ലെങ്കിൽ സുർക്ക എന്നൊക്കെ വിളിക്കുന്നത്. സോ അത് ഫുഡ് ഐറ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് ഐറ്റത്തിന് ഒരു സോർ ടേസ്റ്റ്, ഒരു പുളിരസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് ഐറ്റത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്രിസർവേറ്റീവ് ആണ്. സാധനങ്ങൾ കേടുകൂടാതെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ അച്ചാറ് അതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വിനാഗിരി ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? എത്തനോയിക് ആസിഡിനെ ഉപയോഗിക്കാം.